ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തിയ യോഗ ചാപ്റ്റർ 1 ചന്ദ്രയുടെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരവും ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരവും ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 66 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 4 ദിവസത്തെ കേരളത്തിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ 2 കോടി 70 ലക്ഷം രൂപ ആദ്യ ദിവസവും, രണ്ടാം ദിവസം 3 കോടി 35 ലക്ഷം രൂപയും, മൂന്നാം ദിവസമായ ശനിയാഴ്ച 4 കോടി 65 ലക്ഷം രൂപയും, നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 5 കോടി 65 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4 ദിവസത്തെ കേരള കളക്ഷൻ 16 കോടി 35 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം കർണാടക കളക്ഷനായി 4 ദിവസം കൊണ്ട് 3 കോടി 25 ലക്ഷം രൂപയും, തമിഴ്നാട് കളക്ഷനായി 3 കോടി 85 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 3 കോടി 45 ലക്ഷം രൂപയും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 45 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 12 കോടി 5 ലക്ഷം രൂപയാണ്. ആദ്യ 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 28 കോടി 40 ലക്ഷം രൂപയാണ്. 4 ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഗൾഫ് GCC കളക്ഷൻ മാത്രം 4 ദിവസം കൊണ്ട് 26 കോടി 50 ലക്ഷമാണ് നേടിയെടുത്തത്. യൂറോപ്പ് ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തത് 11 കോടി 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി $4.26 മില്യൺ, അതായത് 37 കോടി 60 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 66 കോടി സ്വന്തമാക്കിയ ഈ സിനിമ മോഹൻലാൽ ചിത്രങ്ങളായ എമ്പുരാൻ, തുടരും എന്നീ സിനിമയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കുന്ന മൂന്നാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ്. എമ്പുരാൻ ആദ്യ 4 ദിവസം കൊണ്ട് 175 കോടി 60 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ തുടരും എന്ന സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 69 കോടി 25 ലക്ഷം രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇനി ലോകയുടെ ആദ്യ തിങ്കളാഴ്ച കൂടിയായ 5ാം ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഇന്നലത്തേതിന് തുല്യമായ രീതിയിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് കേരളത്തിൽ കാണുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ 21 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ മാത്രം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനായി സിനിമയ്ക്ക് 7 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ തിങ്കളാഴ്ച ലോകമെമ്പാടുമായി 12 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 78 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓണം റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ 5ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറ്റം തുടരുകയാണ്. ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ആദ്യ ദിവസം 3 കോടി 26 ലക്ഷം രൂപയും, രണ്ടാം ദിവസം 2 കോടി 21 ലക്ഷം രൂപയുമാണ്. മൂന്നാം ദിവസമായ ശനിയാഴ്ച 2 കോടി 56 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കളക്ട് ചെയ്തത് 3 കോടി 27 ലക്ഷം രൂപയായിരുന്നു. ടോട്ടൽ 4 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 11 കോടി 30 ലക്ഷം രൂപയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ 23 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ 4ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 10 കോടി രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് 33 കോടി രൂപയാണ്. ഇനി 5ാം ദിവസമായ തിങ്കളാഴ്ചയിലെ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നാൽ ഇന്ന് 2.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 13.5 കോടിക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 38-39 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.